ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു കുക്കിംഗ് വ്ലോഗാണ് ചെയ്യുന്നത്. നല്ല റിച്ച് ക്രീമി ഗ്രേവിയുള്ള ഒരു റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. പനീർ ബട്ടർ മസാലയാണ്. നമ്മൾ നല്ല റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലാണ് പനീർ ബട്ടർ മസാല പ്രിപ്പയർ ചെയ്യുന്നത്. എന്തൊക്കെയാണ് അതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് എന്ന് നമുക്ക് നോക്കാം. വീഡിയോയിലേക്ക് കിടക്കാം. സോ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് ഇതുവരെ ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. വറ്റൽമുളക്, ഒരു 1/4 കപ്പ് കാഷ്നട്ട്, സവാളയും ടൊമാറ്റോയും വലുതായിട്ട് അരിഞ്ഞു വെച്ചത്, പിന്നെ വേണ്ടത് ബട്ടർ, ഫ്രഷ് ക്രീം, പനീർ. 300 ഗ്രാം പനീറാണ് എടുത്തിരിക്കുന്നത്. ഞാനിവിടെ കടായി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അത് ചൂടായ ശേഷം അതിലേക്ക് നമുക്ക് 25 ഗ്രാം ബട്ടർ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 100 ഗ്രാം ബട്ടറിൻ്റെ പാക്കറ്റാണ് വാങ്ങിയത്. അപ്പോൾ അതിൻ്റെ ഒരു 1/4 ഭാഗം ഞാനിവിടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു 1.5 ടേബിൾ സ്പൂണ് ഓയിലൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ വെജിറ്റബിൾ ഓയിലാണ് എടുത്തിരിക്കുന്നത്. വെളിച്ചെണ്ണ യൂസ് ചെയ്യരുത്. വെളിച്ചെണ്ണ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു വെളിച്ചെണ്ണയുടെ ഒരു മണം വരും. ഇനി അതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ജിഞ്ചർ ഗാർലിക് പേസ്റ്റിൻ്റെ പച്ചമണം ഒന്ന് മാറി വരുന്നത് വരെ അതൊന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് 2 വലിയ സവാള നമ്മൾ വലുതായിട്ട് അരിഞ്ഞു വെച്ചത് ഇട്ട് കൊടുക്കാം. അതൊന്ന് ബട്ടറിലും ഓയിലും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അതിലേക്ക് ടൊമാറ്റോ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ വലിയ 3 ടൊമാറ്റോയാണ് ആഡ് ചെയ്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഇവിടെ ഞാൻ 1 ടീസ്പൂൺ ഉപ്പാണ് ചേർത്തിരിക്കുന്നത്. അതിലേക്ക് വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. 10 വലിയ വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ എടുത്തു വെച്ചിരിക്കുന്ന 1/4 കപ്പ് കാഷ്നട്ട് ആഡ് ചെയ്തു. നമുക്ക് ഈ ടൊമാറ്റോ നന്നായിട്ടൊന്ന് വഴണ്ട് വരുന്നവരെ ഒന്ന് ഇളക്കിയെടുക്കാം. ഇപ്പം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതൊന്ന് ചൂട് മാറാനായിട്ട് വെക്കാം. ചൂട് മാറിയ ശേഷം നമുക്കിതൊന്ന് ജാറിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. നല്ലൊരു തിക്ക് പേസ്റ്റ് രൂപത്തിലാവുന്നവരെ ഇതൊന്ന് ജാറിൽ അരച്ചെടുക്കാം. ഇനി അതേ കടായിൽ തന്നെ ഞാനൊരു 3 ടീസ്പൂൺ നെയ്യ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നെയ്യ് ഇട്ട് കൊടുത്ത ശേഷം അതൊന്ന് ചൂടായി വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഈ നെയ്യ് ഒന്ന് ചൂടായ ശേഷം 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കാം. കാശ്മീരി ചില്ലി പൗഡർ നെയ്യിലൊന്ന് മൂപ്പിച്ചെടുത്ത ശേഷം അതിലേക്ക് അരച്ചു വെച്ചിരിക്കുന്ന പേസ്റ്റ് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ല തിക്ക് പേസ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഈ ഗ്രേവി ഒന്ന് ലൂസാക്കാനായിട്ട് നമുക്കൊരു 1/4 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം.
Sink to your heart to find you. Open up your eyes till you're blinded by the lies. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് Restless every time we start locking as a lost control. പിന്നെ കുറച്ച് കസൂരി മേത്തി ചേർത്ത് കൊടുക്കുന്നുണ്ട്. Nasty but in the dead of the night. Teardrops on the floor. പിന്നെ ആവശ്യത്തിന് മല്ലിയിലയും കൂടെ. മല്ലിയില ഞാൻ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ഒന്നുകൂടി ഞാനൊരു 1/4 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പഞ്ചസാര 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. അതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഈ ഗ്രേവി ഞാൻ 10 മിനിറ്റ് കുക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ കുക്ക് ചെയ്ത് കഴിഞ്ഞു. 10 മിനിറ്റിന് ശേഷം നമുക്ക് ഈ ഗ്രേവിയിലേക്ക് പനീർ ചേർത്ത് കൊടുക്കാം. പനീർ ഞാൻ 300 ഗ്രാമിൻ്റെ പനീർ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ ഗ്രേവിയിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഇളക്കി കൊടുക്കാം. Ready to rescue me if I go out of track. You can get away with it. 'Cause you make me love my imperfections, answer all my questions. പനീർ ഗ്രേവിയിൽ മിക്സ് ചെയ്ത ശേഷം 25 ഗ്രാം ബട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 2 ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീം. ഇനി 10 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്ത് കഴിഞ്ഞ് പനീർ ബട്ടർ മസാല സെർവ് ചെയ്യാനായിട്ട് റെഡി ആയിട്ടുണ്ട്. What's on the other side of inhibition? Ooh, I do you do 'cause I'm feeling so cool. എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടും. നമുക്ക് ചപ്പാത്തിയുടെ കൂടെയും നാനിൻ്റെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് നല്ല ബെസ്റ്റ് കോമ്പിനേഷൻ ആയിരിക്കും. ഒരു 20 മിനിറ്റ് കൊണ്ട് എല്ലാം പെട്ടെന്ന് ചെയ്ത് തീർക്കാൻ പറ്റുന്ന ഒരു മെത്തേഡിലാണ് ഇവിടെ ഞാൻ പനീർ ബട്ടർ മസാല തയ്യാറാക്കിയിരിക്കുന്നത്. സോ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്തിട്ടില്ലെങ്കിൽ. സോ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.